ഓണാശംസ നൽകുവാനായി ഡോക്ടർ ഫാദർ ഡേവിഡ് പേരാമംഗലത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. എത്രയും സ്നേഹമുള്ള റിവ ടീച്ചർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ റോദറച്ച, ഭൂമിഷിലച്ച, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, തൻ്റെ അസ്തിത്വത്തിന് ജീവൻ കൊടുത്തു, തൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമായി താൻ ഇന്നെന്തായിരിക്കുന്നുവോ അത് ഏറ്റവും ഹൃദ്യമായിട്ടുള്ള കടപ്പാടിൻ്റെ ഒരു സ്മരണ തീർത്ത ഈ പുണ്യഗ്രഹമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഗ്രഹത്തിലാണ് നാം. ജേക്കബ് മാഷും സെലീന ടീച്ചറും അല്ലെങ്കിൽ അപ്പനും അമ്മയും 89 വർഷങ്ങളിൽ നിൽക്കുന്ന ഓർമ്മയോ 91 വർഷങ്ങൾ പിന്നിടുന്ന ഓർമ്മയോ അല്ല, ജീവിതം മുഴുവനും കൊണ്ടു നടക്കേണ്ട മനോഹരമായ തിരുശേഷിപ്പാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് ആ വലിയ കടപ്പാട് തിരുശേഷിപ്പുകളാക്കി നിറച്ചു വച്ചിരിക്കുകയാണ് മനോഹരമായ ഈ കലാഗ്രഹത്തിൽ. റോദറച്ചന് പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങൾ കൊടുക്കുകയാണ്. പറഞ്ഞവർ പലരും സൂചിപ്പിക്കുകയുണ്ടായി. ഞങ്ങളുടെ ഫ്രാൻസിസ്കൻ ചൈതന്യത്തിൻ്റെ ലാളിത്യമുണ്ട്. അങ്ങനെ അതിലെല്ലാത്തിനും ഉപരിയായിട്ട് പറഞ്ഞവയൊക്കെ ശരിവെക്കുന്നതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാണ്. നിങ്ങൾ സമയമെടുത്ത് ഈ ഗ്രഹമൊന്ന് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. വലിയ എൻജിനീയറിംഗ് പഠനമോ ബിടെക് ഒന്നുമില്ലാത്ത റോദറച്ചൻ വളരെ ഭംഗിയായിട്ട് ഇതിൻ്റെ എൻജിനീയറിംഗ് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. പ്രത്യേകമായിട്ട് എൻജിനീയേഴ്സും മറ്റുമൊന്നും ആയിരുന്നില്ല കൂട്ടിനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ ചില അനുഭവങ്ങൾ, ചിലപ്പോൾ പല സാഹചര്യങ്ങളിലായിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കുഞ്ഞു കുഞ്ഞ് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തികളിൽ നിന്നെല്ലാം ആർജിച്ചെടുത്ത ജ്ഞാനം ഏറ്റവും ഭംഗിയായിട്ട് ഇതിൻ്റെ ചുറ്റുപാടുകളിലേക്കും സ്ഥലം സ്പെയർ ചെയ്ത് ഓരോന്നും വളരെ കൃത്യമായിട്ട് തിട്ടപ്പെടുത്തി ചെയ്തിരിക്കുന്ന വെറും ഒരു കലാകാരൻ മാത്രമല്ല, ഒരു എൻജിനീയറിംഗ് പാഠവും കൂടിയുള്ള വ്യക്തിയാണ് റോദറച്ചൻ എന്നുള്ളത് ഈ സമയം പ്രത്യേകിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഈ മനോഹരമായ ഈ കലാഗ്രഹം കലയുടെയും മാതാപിതാക്കളുടെ കടപ്പാടിൻ്റെ തിരുശേഷികളാക്കി മാറ്റിയപ്പോഴും ഈ പ്രത്യേകമായ കലയും ഈ പ്രത്യേകമായ സിദ്ധിയും കൂടി അതിലുണ്ട് എന്ന് അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ട് റോദറച്ചന് ആ കലാഗ്രഹത്തിൻ്റെ ഈ മനോഹര നിർമ്മാണത്തിന് ഏറ്റവും കൃത്യമായ കയ്യടി കൊടുത്തുകൊണ്ട് നമുക്കൊന്ന് അനുമോദനം കൊടുക്കാം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഞാൻ കണ്ടത് സൂചിപ്പിക്കുകയുണ്ടായി, നമ്മൾ അച്ഛനും മറ്റു പലരും സൂചിപ്പിക്കുകയുണ്ടായി. ഒരുപാട് വ്യത്യസ്തങ്ങളായ റാവണി മാഷ് പറയുകയുണ്ടായി, വ്യത്യസ്തങ്ങളായ ആശയങ്ങളാണ് ഓരോന്നും വരിക എന്നുള്ളത്. ഈ പോസ്റ്റ് മോഡേൺ ചിന്താഗതിയിലൊരു ചിന്തയുണ്ട്, ദ ഡെത്ത് ഓഫ് ദി ഓതർ. ഒരു വ്യക്തി പുസ്തകം എഴുതി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ബാക്കിയുള്ളത് വായനക്കാരൻ്റെയും കല ആസ്വദിക്കുന്നവരുടെയും ഊഴമാണ്. ഇന്ന് റോദറച്ചൻ മനോഹരമായിട്ട് തൻ്റെ ജീവിതഗന്ധിയായ അനുഭവങ്ങൾ കലാസൃഷ്ടികളിലൂടെയും പുസ്തകത്തിലൂടെയും ആവിഷ്കരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നീ സമയമെടുത്ത് അതിൻ്റെ വ്യാഖ്യാനങ്ങൾ നൽകേണ്ടത് നമ്മളാണ്. ഇത് കാണുന്ന ഓരോ വ്യക്തിയും, ഇത് വായിക്കുന്ന ഓരോ വ്യക്തിക്കും ജീവിതത്തിലേക്ക് കൊടുക്കുന്ന വ്യാഖ്യാനങ്ങൾ, അതാണ് റോദറച്ചൻ്റെ മികവ്. പക്ഷേ അദ്ദേഹം കണ്ടതിലും കാണാത്തതുമായിട്ടുള്ളവ, കണ്ടതിനേക്കാളും അതിജീവിക്കുന്നവ ഒരു പക്ഷേ തൻ്റെ വായനക്കാരനോ ഈ കാണുന്ന കലാകാരന്മാർക്കൊക്കെ ഉണ്ടാകാം. അതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ കഴിവും സമ്പത്തും, അനേകർക്ക് വ്യാഖ്യാനം കൊടുക്കുന്ന സംഭവം. അത് തന്നെയാണ് നമ്മളിവിടെ ഈ ഓരോ ചിത്രങ്ങൾക്കും വ്യത്യസ്തങ്ങളായ ദൈവശാസ്ത്ര ചിന്തകൾ നൽകാനുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല, ഈ ആർട്ട് ഫോമിനോടൊപ്പം തന്നെ റോദറച്ചൻ നിർബന്ധമായിട്ട് വെച്ചിരിക്കുന്ന ഒന്നാണ് ക്രിസ്തുവിൻ്റെ കുരിശുരൂപം.
അത് കുരിശുരൂപം തന്നെ തിരഞ്ഞെടുത്തു. ഇനി നിങ്ങൾ അല്പം സമയം മെനക്കെട്ട് പോകുന്നതിന് മുൻപ് നോക്കിയാൽ ഇപ്പുറത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പെൻ ആർട്ടോ അല്ലെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം, അത് അവിടെ ക്രൂശിതൻ്റെ ഒരു രൂപം അദ്ദേഹത്തിൻ്റെ ഈ പെന്നാട്ടിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. അത് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ക്രിസ്റ്റോളജിയാണ്. ദൈവം മനുഷ്യനും ദൈവവുമാണ് എന്നുള്ള ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ക്രിസ്തു വൈജ്ഞാനികം ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ചിത്രമാണ് നമ്മൾ തൊട്ടു മുന്നിൽ കാണുക. അപ്പോൾ ഇത് വെറുതെ ഒരു കലാസൃഷ്ടം മാത്രമല്ല, ആത്മീയവും മാനവികവുമായ ചിന്തകൾ മനോഹരമായിട്ട് കോർത്തിണക്കിയ ഒരു കലാഗ്രഹം. അതിന് നമ്മൾ അനുമോദനങ്ങൾ അറിയിക്കുകയുണ്ടായി. എൻ്റെ അനുമോദനങ്ങളും കൂട്ടിച്ചേർക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ റോജറച്ചൻ എഴുതിയ പുസ്തകത്തിൻ്റെ ആധികാരികത നുണയൻ്റെ വാക്കാണെങ്കിലും മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ കൂടി ഞാൻ വായിക്കുകയാണ്. എനിക്ക് നാക്ക് തന്നവൻ വാക്കും തന്നു, വാക്ക് തന്നവൻ തന്നെ വാക്കാണ്, അവൻ്റെ വാക്കിനാൽ പ്രപഞ്ചം രചിച്ചു. കാരണം അവൻ്റെ വാക്കിൽ ജ്ഞാനമുണ്ട്, അതുകൊണ്ട് എൻ്റെ വാക്കിലും. തൻ്റെ സൃഷ്ടികർത്താവ് വചനം, ആ വചനം എന്താണ്, എങ്ങനെയാണ് ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നുള്ള വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ വാക്കുകൾ വ്യത്യസ്ത രൂപത്തിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ്. കൂടെ തൻ്റെ അടുത്തോട് പറയാണ്, ആ ജ്ഞാനത്തിൽ അദ്ദേഹത്തിനും പങ്കുണ്ട്. ഇത് വീണ്ടും മനോഹരമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട്. പലപ്പോഴും ദൈവം ഇല്ലെന്നും ശാസ്ത്രത്തിനപ്പുറം യുക്തിക്കപ്പുറം ഒരു ദൈവസങ്കല്പം സൃഷ്ടിക്കാനാകില്ലെന്നൊക്കെ നമ്മോടൊപ്പം വാദിക്കുന്ന ധാരാളം പേര് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ഒരുപക്ഷെ നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന ഈ സദസ്സിലും കാണാം. ദൈവം അദൃശ്യനാണ്. അങ്ങനെയുള്ള അദൃശ്യമായ സങ്കല്പങ്ങളിലേക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുന്നത് വേസ്റ്റാണെന്നൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. ശാസ്ത്രത്തിനും ബുദ്ധിക്കും യുക്തിക്കും അപ്പുറം ഒരു പ്രപഞ്ചശില്പിയെ കാണാൻ സാധിക്കാതെ പോകുന്ന നമുക്കിതാ മറ്റൊരു ചിന്ത തന്നെ തരുന്നുണ്ട്. എന്നെ സ്നേഹിക്കുവാനും അതിലേറെ എനിക്ക് വിശ്വസിക്കുവാനും ഒരാളുണ്ട്, അവനാണ് ക്രിസ്തു. ഇതുകൂടാതെ ഇനിയും വേറെ പലതുമുണ്ട്. ഞാൻ പെട്ടെന്ന് എനിക്ക് ഈ പുസ്തകം മുഴുവൻ വായിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് അറിയാം എവിടെയൊക്കെയോ ഉണ്ടെന്നുണ്ട്. പക്ഷേ അത് ഈ സമയം കണ്ടെത്തി പിടിക്കാൻ സാധിച്ചെങ്കിൽ ആശംസയുടെ കാര്യം ഞാൻ ഓർത്തുമില്ലായിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരുപാട് താനും ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ മനോഹരമായ ആവിഷ്കാരങ്ങൾ ചുരുങ്ങിയ വാക്കുകളിലുണ്ട്. അത് താൻ ആവിഷ്കരിക്കുമ്പോൾ അതാണ് വാസ്തവത്തിൽ തമ്പുരാൻ്റെ സാന്നിധ്യമെന്നും യേശുബന്ധമെന്നൊക്കെ അദ്ദേഹം ഉറപ്പിച്ച് നമ്മെ പഠിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ ഒരു കുഞ്ഞ് വിചിന്തനം ഈ പുസ്തകത്തിലുണ്ട്. അതിൽ നിന്ന് അവസാനത്തെ ചില ചിന്തകൾ മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ആശംസ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുക. വളരെ മനോഹരമായ വ്യത്യസ്ത ചിന്തകൾ, ആത്മീയ ഭാവങ്ങളുടെ ഉണ്ട്, മാനവികതയുണ്ട്. അദ്ദേഹം തത്വശാസ്ത്രം ഡോക്ടറേറ്റ് ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ പോലും പല അത്യന്താധുനിക ചിന്തകരെയും അതുപോലെ തന്നെ ദാർശനികരെയും തൻ്റേതായിട്ട് ഉൾക്കാഴ്ച അവതരിപ്പിച്ചിട്ടുണ്ട്. ത്വക്കിൽ പേറുന്ന അവരനെക്കുറിച്ചുള്ള ലെവിനാസിൻ്റെ ചിന്താഗതികൾ അദ്ദേഹത്തിൻ്റെ മാനവികതയുടെ ഭാഗമായിട്ട് കുഞ്ഞ് പ്രാസത്തിനൊത്ത വാക്കുകളിലൂടെ ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു പല ചിന്തകരും ഗബ്രിയേൽ മാർസ് തുടങ്ങിയ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നവരെ വ്യത്യസ്ത രൂപങ്ങളിലും ഭാവങ്ങളിലും ഈ പുസ്തകത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കുഞ്ഞ് ആശംസ ഇവിടെ എൻ്റെ ഒരു സമ്മറി ഫോം വന്നത് വായിക്കുകയാണ്. ഇന്നത്തെ ഉപഭോഗ സംസ്കാരത്തിലെ ബന്ധങ്ങളും വിൽപ്പന ചരക്കുകളായി മാറുന്നു. പണവും സൗന്ദര്യവും ആരോഗ്യവുമെല്ലാം ബന്ധങ്ങൾക്ക് മാനദണ്ഡമാകുമ്പോൾ ഓർക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ 5-6 കാര്യങ്ങൾ നുണയൻ്റെ വാക്കുകളിൽ വലിയ മനോഹരമായൊരു മുന്നറിയിപ്പ് ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നുണ്ട്. ഞാൻ ഈ 4 ലൈനിൽ പറഞ്ഞത്, മരണത്തോളവും അതിലപ്പുറവും നീളുന്ന ബന്ധങ്ങളിൽ ശാന്തത്തിന് സ്ഥാനമില്ലെന്ന് പ്രാസത്തിനൊപ്പം അദ്ദേഹം പറയുകയാണ്. 2 ലൈനേ ഉള്ളൂ, വളരെ കൃത്യമായിട്ട് അത് ആവിഷ്കരിക്കുന്നുണ്ട്. തുടർന്നും പറയുകയാണ്, ഇങ്ങനെയുള്ള
സന്ദർഭങ്ങളിൽ ഉടഞ്ഞു വീഴുന്നത് ഇന്നിൻ്റെ സൗന്ദര്യബോധവും ബന്ധങ്ങളിലെ ബന്ധനങ്ങൾ, അതെൻ്റെ ഒരു കൂട്ടിച്ചേർക്കലാണ്. അപ്പം ഇന്നത്തെ സൗന്ദര്യബോധത്തെയും ബന്ധനങ്ങളെയും വളരെ മനോഹരമായി 2 ലൈനിൽ അദ്ദേഹം അത് ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചിന്തകൾ നിറഞ്ഞു നിൽക്കുന്ന നുണയൻ്റെ വാക്കുകൾ അത്ര നുണയല്ല എന്ന് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ നുണയൻ സത്യം പറയുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. ഞാൻ അവസാനമായിട്ട് ഒരു ആശംസയുടെ ഭാഗമായിട്ട് വായനക്കാർക്കൊരു കുഞ്ഞു സന്ദേശം നൽകി അവസാനിപ്പിക്കുകയാണ്. ഈ പുസ്തകം കയ്യിലെടുക്കുന്ന വായനക്കാർ ഇനി നിന്റെ ഊഴമാണ്. അഹത്തിൻ്റെ അടിയുടുപ്പുകൾ അഴിച്ചു മാറ്റി ആദി മനുഷ്യൻ്റെ നിയോഗശുദ്ധിയിൽ സത്യം തേടാൻ ഒരു പക്ഷേ മറ്റൊരു നുണയൻ ഈ വാഴ്വിൽ പിറവിക്കൊണ്ടേക്കാം. അതാണ് എൻ്റെ ആശംസയുടെ അവസാന വാക്കുകൾ. ബുക്കിൽ നിന്ന് ഞാൻ തന്നെ എഴുതിയ വാക്കുകൾ ആവർത്തിക്കുകയാണ്. ഇവിടെ ഈ കൂടിയിരിക്കുന്ന വായനക്കാർ, നിങ്ങൾ കൈകളിൽ ഈ പുസ്തകം എത്തുമ്പോൾ തീർച്ചയായിട്ടും ഈ പുസ്തകം നിങ്ങളുടേതായിട്ടുള്ള ചിന്തകൾക്ക് ആക്കം തരും. ഇനി നുണയൻ്റെ വാക്കുകളല്ല, നിങ്ങളുടെ വാക്കുകളാണ് നുണയൻ്റെ വാക്കുകൾക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവും സ്നേഹവും. അത് വായനക്കാരെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചുകൊണ്ട് തോതിലച്ചൻ്റെ ഈ പുസ്തകത്തിന് എൻ്റെ ആശംസകൾ നേരുന്നു. അതോടൊപ്പം തന്നെ റീബ ടീച്ചർ എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ റീബ എന്നാണ് വിളിക്കുന്നത്. റീബയെ ഞാൻ കഴിഞ്ഞൊരു 10-12 വർഷങ്ങളായിട്ട് അറിയാം. ഒരു വീട്ടമ്മ, ജീവിതഗന്ധിയായിട്ട് ഒരുപാട് കുഞ്ഞു കുഞ്ഞ് പ്രശ്നങ്ങളെ ചിട്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. മക്കള്, മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള കുടുംബത്തിൽ അധ്യാപന വൃത്തിയും അതുപോലെ തന്നെ ഈ ശുശ്രൂഷ മേഖലകളും, അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പുസ്തകങ്ങൾ രചിക്കാൻ കൂടി സാധിച്ചത് വെറും ഒരു സാഹിത്യകാരി മാത്രമായതുകൊണ്ടല്ല, നൽകിയിരിക്കുന്ന ഈ കഴിവുകളെ മനോഹരമായിട്ട് ഏകോപിപ്പിക്കുവാനും അതിൻ്റെ സമയം കണ്ടെത്തി ആ കമ്മിറ്റ്മെൻറ്റിൽ കൂടി അതിനോട് പ്രവർത്തിക്കാനും സാധിച്ചു എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞ വാക്ക് ആസ്വാദകർ രണ്ടുപേരും സൂചിപ്പിച്ചൊരു കാര്യം, സ്ത്രീപക്ഷ ചിന്തകൾ അല്പം റീബയിലുണ്ട്, അല്ലെങ്കിൽ കൂടുതലുണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് റീബയുമായിട്ടുള്ള അനുഭവം പറയുമ്പോൾ സ്ത്രീപക്ഷത്തിൻ്റെ ചിന്താതലത്തിലും ആശയലോകത്തിലും റീബ നീങ്ങുന്നുണ്ട്. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റോ ഒരു ഫെമിനിസ്റ്റായിട്ട് ഫുൾ ടൈം അങ്ങനെ നീങ്ങുന്നൊരു വ്യക്തി അല്ലെങ്കിൽ പോലും ചിന്തകളുണ്ട്. പക്ഷേ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം മറ്റൊന്നാണ്. അതായത് ഈ സാഹിത്യ രചനകൾക്കൊപ്പം സ്ത്രീപക്ഷ ചിന്താഗതികൾ അല്പമുണ്ടെങ്കിൽ അതിനോടൊപ്പം തന്നെ റീബ ഉത്തമയായ ഒരു ഭാര്യയായിരുന്നു. ഭർത്താവിൻ്റെ രോഗത്തിൻ്റെ പല പ്രതിസന്ധികളിലും ഇങ്ങനെയുള്ള ഒരു സ്ത്രീപക്ഷ വ്യക്തികൾ മാറി നിൽക്കാവുന്ന സമയങ്ങളിൽ, ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാവുന്ന സമയങ്ങളിലൊക്കെ കൂട്ടിന് നിന്ന് ലാസ്റ്റ് നിമിഷങ്ങളിലും രോഗത്തിൻ്റെ വളരെ മുഹൂർത്ത നിമിഷങ്ങളിലും ലീവ് എടുത്തുകൊണ്ട് കട്ടിലിനരികിൽ ശയാവലംബിയായ ഭർത്താവിന് കൂട്ടുകാരിയായിട്ട് നിൽക്കാൻ കൂടി സാധിച്ചു. അപ്പോൾ വെറും ഒരു സ്ത്രീപക്ഷം എന്നുള്ള ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയുടെ വ്യക്തി മാത്രമല്ല, ഒരു സമഗ്ര വ്യക്തിത്വത്തിൻ്റെ കൂടി വ്യക്തിയാണ്. ചെയ്യേണ്ട കടമകൾ ആദർശങ്ങളോടൊപ്പം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് നീങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ റീബയ്ക്ക് പ്രത്യേകമായിട്ടുള്ള അനുമോദനങ്ങൾ. വൈകി ഒരു 1-2 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പലപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ച ഒരു കാര്യമാണ് റീബയെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാനായിട്ട്. ഈ രചനകളോടൊപ്പം തന്നെ ഈ ഉത്തരവാദിത്തങ്ങളെയും മറക്കാതെ തന്നെ തൻ്റെ ധർമ്മം നിർവഹിച്ചു എന്നുള്ളത് റീബയുടെ ഒരു വലിയ ആത്മധൈര്യത്തിൻ്റെ ഭാഗം തന്നെയായിട്ട് ഞാൻ കാണുകയാണ്. അതിനും പ്രത്യേകമായ അനുമോദനങ്ങൾ. തീർച്ചയായിട്ടും ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. ആസ്വാദകർ സൂചിപ്പിച്ചതുപോലെ തീർച്ചയായിട്ടും വായിക്കാൻ പ്രേരണയുണ്ട്. റീബയ്ക്കും ഏറ്റവും കൃത്യമായ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, Father. Now I invite Dr. M.N. Vinaykumar, Bukasa, Thrissur Jilla Secretary. ഇങ്ങനൊരു പ്രത്യേക
സ്പേസ് തീരുമാനിക്കുകയും ഒരു കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ ഓർമ്മകളെ ഈ ഒരു ദിനത്തിലേക്ക് കൊണ്ടുവരികയും ഒരുമിച്ച് രണ്ടുപേരുടെയും പുസ്തകം പ്രകാശനം ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് ആഹ്ലാദകരമായിട്ടുള്ള അനുഭവമാണ്. എഴുത്ത് കല എന്നൊക്കെ പറയുന്നത് ഈ ഇങ്ങനെ ഒരു സ്ഥാപനം രൂപപ്പെടുത്തിയവർക്ക് തന്നെ അതറിയാൻ പറ്റും. ജീവിതത്തിൻ്റെ കൂടെ എഴുത്തും കലയും കൂടി ഉണ്ടാവുമ്പോൾ അത്ര എളുപ്പത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒന്നല്ല. എല്ലാ എഴുത്തുകാരുടെയും അവസ്ഥ അത് തന്നെയാണ്. ജീവിതത്തിൽ നരകം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് അവർ അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അതല്ലെങ്കിൽ അവർ തേടി വരും. വലിയ എഴുത്തുകാർ മുഴുവൻ ആഹ്ലാദം പുറത്ത് പ്രകടിപ്പിക്കുമ്പോഴും അതിൻ്റെ ഒപ്പം ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള വഴികൾ മുഴുവൻ അവരുടെ മുന്നിൽ തുറന്ന് കിടക്കും. അതിനെ പരിഷ്കരിക്കാനുള്ള ശ്രമമാണ് വാസ്തവത്തിൽ എഴുത്തുകാർ നടത്തുന്നത്. നമ്മുടെ മുന്നിൽ വന്നുപെടുന്ന മറ്റൊരു ലോകത്തെ, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മളൊരു ലോകം ഉണ്ട്, അതിൽ തന്നെയും നെഗറ്റിവിറ്റി കുറേയൊക്കെ ഉണ്ടാവും. അതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. റീബയുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ച അച്ഛൻ ചില സംഗതികൾ സൂചിപ്പിച്ചു. അപ്പം അതാണ് ജീവിതത്തിൽ അത്തരം ചില നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ജീവിക്കുകയും ജീവിതം വേറൊന്നിലേക്ക് നമ്മൾ മാറ്റുന്നു. നമ്മുടെ ആഹ്ലാദങ്ങൾ പലതും നമ്മൾ അറിയാതെ നഷ്ടപ്പെട്ടു പോകുന്നു, കൊഴിഞ്ഞു പോകുന്നു. അതേസമയം നമുക്ക് കലയുടെയും സാഹിത്യത്തിൻ്റെയും എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ഒരു മഹാലോകം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കൂടി ഒരുപാട് നല്ല വശങ്ങൾക്കൊപ്പമുള്ള നെഗറ്റീവായിട്ടുള്ള കുറേ സംഗതികൾ അതിൻ്റെ കൂടെ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഇതിനെ പുറത്ത് തള്ളലാണ് എഴുത്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരുന്ന സംഗതികളെ നമ്മുടെ ഉള്ളിലിട്ട് പരുവപ്പെടുത്തി എടുത്തിട്ട് മറ്റുള്ളവർക്ക് കൂടി കൊടുക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ തരണം എന്നുള്ള വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുക. അപ്പം അത് മറ്റുള്ളവർക്ക് കൂടി ആയിത്തീരുകയാണ്. അപ്പം അത് എത്രത്തോളം നന്നാവുന്നു എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതം, സാമൂഹ്യ ജീവിതം, അവരുടെ വായന, എഴുത്ത് ഇതിനൊക്കെ അപേക്ഷിച്ചിരിക്കും. ഒരാൾക്ക് ഒരേ സമയം സിനിമയിലും ചിത്രരചനയിലും സാഹിത്യത്തിലൊക്കെ സമയം കണ്ടെത്തുമ്പോൾ ചിലപ്പോൾ ആനുപാതികമായിട്ട് അതിൽ ചിലത് മാത്രമാണ് നമുക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക. മറ്റത് നമ്മുടെ ഉള്ളിൽ തന്നെ നിൽക്കും, പുറത്തു വരില്ല. ഇനി പുറത്തു വന്നാൽ തന്നെ ചിലപ്പോൾ ചിലതിന് നമുക്ക് ചില നീരൊഴുക്കുകളെ എവിടെയോ നിലച്ചു പോകുന്ന സ്ഥിതി വരും. പക്ഷെ ഇതിനെ പരമാവധി സർഗാത്മകതയെ പരമാവധി നിലനിർത്താനുള്ള ശ്രമം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന മേഖലയിൽ പരമാവധി അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാവുന്ന വിധത്തിൽ സ്വയം അകത്തേക്ക് ചില നീർച്ചാലുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വായനയും ആയി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ചിത്രകലയാണെങ്കിൽ അതിൻ്റെ ഒരു വാൻ ഗോഗ് എന്നൊക്കെ പേര് പറയുമ്പോൾ തന്നെ വേറെ ഒന്നും പറയേണ്ടതില്ല. ചിത്രകലയുമായിട്ട് ബന്ധപ്പെടുത്തി സാഹിത്യസമയം ഡോസ്റ്റോവ്സ്കിയെ ഓർത്താൽ മാത്രം മതി. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തലതിരിഞ്ഞ് വേറൊന്നായി തീരുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് കൃതികൾ രൂപപ്പെടുന്നതൊക്കെ നമുക്ക് മനസ്സിലായാൽ ഇത് എളുപ്പവിദ്യകൾ ഒന്നും തന്നെ ഇതിനകത്തില്ല എന്ന് ബോധ്യപ്പെടും. അതുകൊണ്ട് വളരെ എന്താ പറയുക, സർഗാത്മക ഒരു ലോകത്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളമെങ്കിലും നിലനിർത്തുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അപ്പോൾ ഒരു വലിയ കാര്യം സംഭവിക്കുന്നതിൻ്റെ കൂടെ നിൽക്കുന്ന ആഹ്ലാദം പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അടുത്തതായി ഡോക്ടർ ഡി ഷീജ, വനിതാ സാഹിതി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി, ശംഖപുരം ക്ഷണിക്കുന്നു. ഓക്കെ. പ്രിയമുള്ള അധ്യക്ഷൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള റീബയുടെ അനിയൻ ആർ വി കപ്പൂച്ചൻ അച്ഛൻ, ഇതൊരു എല്ലാവരും പറഞ്ഞ മാതിരി ഞാൻ ഇങ്ങോട്ട് എനിക്കിന്ന് വളരെ അത്യാവശ്യമായ കുറേ കാര്യങ്ങളുടെ ഇടയിൽ കൂടിയാണ് ഓടി വന്നത്. ഇത് റീബ എപ്പോഴും പറയാറുള്ള ഈ കലാഗൃഹം എന്ന് പറയുന്നത്
മനസ്സിനകത്തൊരു വല്ലാത്തൊരു അനുഭവം തന്ന, അല്ല റീബയുടെ വാക്കുകളിൽ നിന്ന് അനുഭവം തന്ന ഒരു ഗ്രഹം കൂടിയാണ്. കാരണം അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഓർമ്മകൾ നിലനിർത്താൻ ഇങ്ങനെയും സാധിക്കുമെന്ന് അച്ഛൻ്റെ അമ്മയുടെ മക്കൾ ഒരുമിച്ച് ചേർന്ന് അങ്ങനെ തീരുമാനിക്കുക, അതിനുവേണ്ടി ഒരു സ്ഥിരമായ ഒരു സ്മാരകം ഉണ്ടാവുക, ആ സ്മാരകത്തിനകത്ത് അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവുക, ഇതൊക്കെ ഒരു വളരെ അപൂർവമായൊരു ഭാഗ്യം തന്നെയാണ്. അത്തരമൊരു ഭാഗ്യത്തിൻ്റെ സമയത്ത് അതിന് പങ്കാളിയാവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം റീബയോടുള്ള റിലേഷൻഷിപ്പ്, ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഒരു സ്നേഹം തരുന്ന ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് വന്നതും ഞാൻ അഭിനന്ദിക്കുന്നതും. റീബയുടെ അനുഭവങ്ങളെന്ന് പറയുന്നത് ഇതെല്ലാവരും പറഞ്ഞ കൂടിയാണ്. അതിൻ്റെ പൊള്ളലുകളൊക്കെ കുറേയൊക്കെ ഞങ്ങൾ പങ്കുവെച്ചിട്ടുള്ളവരാണ്. ആ പൊള്ളലുകൾക്ക് അകത്ത് നിന്നാണ് ഈ നാമ്പുകൾ, പുതുനാമ്പുകൾ പൊട്ടി മുളയ്ക്കുന്നതെന്നും അത് വളരെ കൗതുകത്തോടുകൂടി ഞാൻ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. എത്ര തീക്കനവ് നിൽക്കുമ്പോഴും ആ തീക്കനവിനകത്ത് നിന്ന് ഒരു നറുനാമ്പ് പൊന്തിക്കാൻ റീബയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ വളരെ എനിക്ക് ഹൃദയത്തിൻ്റെ ഉള്ളിൽ തട്ടി തന്നെ ഞാൻ പറയാണ്. ഇനിയുള്ള പൊള്ളലുകളൊക്കെ ഇങ്ങനെ ആയി ഓരോ നാമ്പുകളായി വലിയ വലിയ വൃക്ഷങ്ങളായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എനിക്ക് പുസ്തകം കിട്ടിയിട്ടില്ല കേട്ടോ. ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും കൊടുത്തു. ഞാൻ പുറത്തിരിക്കുന്ന കാരണം നുണേൻ്റെ കഥയും കിട്ടിയില്ല, മരത്തിൻ്റെ തെങ്ങി. താങ്ക് യു. ചോദിച്ച് വാങ്ങിക്കണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭം ഇങ്ങനെ വരാൻ കഴിഞ്ഞതിൽ ഇത് തന്നതിനും നന്ദിയുണ്ട്. എല്ലാവിധ ആശംസകളും. അച്ഛനെ സംബന്ധിച്ചിടത്തോളം റീബയുടെ വാക്കുകൾ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. അനിയനാണ്, ഞാൻ ചേട്ടനാന്ന് വിചാരിച്ചു, പക്ഷേ അനിയനാണെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാവുന്നത്. അച്ഛനെ പറ്റി പറയാത്ത വാക്കുകളില്ല. ഒരുപാട് കാര്യങ്ങൾ അച്ഛനെ പറ്റി പറയാറുണ്ട്. അത് പിന്നെ വരകളിലൂടെയാണെങ്കിലും സംഗീതത്തിലൂടെയാണെങ്കിലും അതിൻ്റെ കൊച്ചു കൊച്ചു വീഡിയോകൾ ഒക്കെ ഇട്ട് തന്ന് വലിയൊരു പാരസ്പര്യം അങ്ങനെ കീപ്പ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും നേരുന്നു. ഇനിയും വളരട്ടെ. ഈ കലാഗ്രഹം വലിയൊരു ഗ്രഹമായി മാറട്ടെ. ഒരൊറ്റ കാര്യം കൂടെ പറയട്ടെ, ഇതിനകത്ത് 2 ഇൻഡസ്ട്രിയൽ ഫാനെങ്കിലും വയ്ക്കണം. ചുട്ടുകൊള്ളുന്നതിന് ഒരു ചെറിയ കുറവുണ്ടാവും. 2-3 ഇൻഡസ്ട്രിയൽ ഫാൻ വെച്ച് കഴിഞ്ഞാൽ നല്ല സുഖം ഉണ്ടാവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. നന്ദി ഷീല മാഡം. ഇനി അഡ്വക്കേറ്റ് കുക്കു ദേവി, സാമൂഹ്യ പ്രവർത്തകയാണ്, അവർ നേരത്തെയുള്ള കൂട്ടുകാരിയാണ്. സ്നേഹപൂർവ്വം ക്ഷണിക്കും. എല്ലാവർക്കും സ്നേഹ നമസ്കാരം. സദസ്സിലുള്ളവർക്കും വേദിയിരിക്കുന്നവർക്കും. എൻ്റെ നാടാണിത്. അതാണ് എനിക്ക് ഏറ്റവും മനോഹരമായിട്ടത് ഇതിൽ തോന്നുന്നൊരു കാര്യം. മനോഹരവും സന്തോഷവും അഭിമാനവും ഒക്കെ ആയിട്ട് തോന്നുന്നൊരു കാര്യം. ഞാൻ ഈ അടുത്ത സ്ട്രീറ്റിലാണ് താമസിക്കുന്നത്. എൻ്റെ നാട്ടുകാർ കുറച്ച് കുറവാണ് ഇവിടെ. എങ്കിലും അടുത്ത തെരുവിൽ, അടുത്ത വഴി, സ്ട്രീറ്റ് എന്ന് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കൂ, അടുത്ത വഴി ആണ് താമസിക്കുന്നത്. അത്രയും അടുത്ത സ്ഥലത്താണെന്ന് പറഞ്ഞത്. അയ്യോ, അപ്പോൾ അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് ഇവിടെ എഴുന്നേറ്റ് നിന്ന് റീബയുടെ അച്ഛനും അമ്മേനെയും നമ്മൾ പ്രാർത്ഥിച്ചു. ഞാൻ ജേക്കബ് മാഷെന്നല്ല പറയുക, യാക്കോബ് മാഷെന്ന് പറയാം. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ഇവിടെ രാജാട്ടിരിക്കുന്നുണ്ട് അല്ലേ, നമ്മൾ യാക്കോബ് മാഷെന്ന് പറയാം. സെലീന ടീച്ചറും യാക്കോബ് മാഷും അവരെ ഓർത്തു. അതിനോടൊപ്പം തന്നെ ഞാൻ ആ സമയത്ത് ഓർത്തത് എൻ്റെ അച്ഛനെയും അമ്മേനുമാണ്. കാരണം ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ അത്രയധികം ബന്ധപ്പെട്ടിരുന്നു. അതുപോലെ ഇവിടെ രാജേട്ടനുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ കുറേ പരിപാടികളൊക്കെ കളിച്ച ആൾക്കാരാണ്. ഡാൻസ്, പാട്ട്, അങ്ങനെ ചെറിയ ചെറിയ, പക്ഷെ അതെല്ലാം അത്രമാത്രം ഒരു സാംസ്കാരിക ഭൂമിക ആക്കാൻ അതൊന്നും സഹായകമായില്ല. അപ്പുറത്ത് വേലൂർ ഗ്രാമക എന്ന നാടകോത്സവം ചെയ്യുമ്പോൾ എൻ്റെ അച്ഛനൊക്കെ നാടകത്തിലൊക്കെ ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ടൊരു കുറ്റബോധമൊക്കെ തോന്നും, നമ്മളിവിടെ ഉണ്ടായിട്ട് ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നില്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നാടൊന്ന് വിട്ട് വേറെ സ്ഥലത്തേക്ക് പോയി താമസിക്കും, പിന്നെ ഇങ്ങോട്ട് വരും, പഠനവും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അതിൻ്റെ ഇടയിൽ റീബ അത് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇന്ന് എല്ലാ പരിപാടിയും മാറ്റി വെച്ച് ഇവിടെ ഉണ്ടാകും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ റീബയ്ക്ക് കൊടുത്തിരുന്നു. അതുപോലെ എനിക്കിതിൽ ഈ പുസ്തകത്തിൻ്റെ പേര്, റീബേൻ്റെ
പിന്നെ ഞാൻ റോജറിനാണ് വിളിക്കുക. എനിക്ക് അച്ഛനൊക്കെ വിളിക്കുമ്പോൾ റോജർ എൻ്റെ പ്രായമാണ്, അതേ പ്രായമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അറബി കപ്പൂച്ചിന്നൊന്നും വരില്ല. റീബ എന്നോട് അച്ഛൻ എന്ന് പറയുമ്പോൾ റീബ എന്നെക്കാളും 3 വയസ്സ് മൂപ്പാണ്. ഞാനും റോജറും ഒരേ ഇയറിൽ 10ാം ക്ലാസ് പാസ്സായ ആൾക്കാരാണ്. ചെറുപ്പത്തിൽ തന്നെ കണ്ടുമുട്ടി അല്ലെങ്കിൽ നമ്മളത്ര സുഹൃത്തുക്കളായ ആൾക്കാരൊന്നും നമുക്ക് വിളിക്കാൻ തോന്നില്ല. ഞാൻ റോജറിനെ വിളിക്കുള്ളൂ. റോജറിൻ്റെ പുസ്തകത്തിൻ്റെ നുണയൻ്റെ വാക്ക്, നുണ, നുണയൻ, കള്ളം ചെയ്യുക എന്നുള്ളതൊക്കെ വളരെ നെഗറ്റീവ് അടിപ്പിക്കുന്ന, അതല്ലെങ്കിൽ മനുഷ്യരെ നുണ പറയും. ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ FB തുറന്നപ്പോൾ കണ്ടത് ഒരു സ്ത്രീനെ നുണ പറഞ്ഞു എന്ന് ആരോപിച്ചുകൊണ്ട് സ്റ്റേഷനിൽ കൊണ്ടിരുത്തി ആ സ്ത്രീനെ ബാത്റൂമിൽ പോലും പോകാൻ അനുവദിപ്പിക്കാത്ത തരത്തിലുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ആ സ്ത്രീക്ക് മിണ്ടാൻ പോലും അവകാശമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ തന്നെയാണ് ഈ നുണേൻ്റെ വാക്ക് എന്ന് പറയുന്നത്. നുണ പറയണ്ട, നുണ എന്ന് കേട്ടാൽ മതി, ആ ആളെ കൊണ്ട് പിന്നെ മിണ്ടിക്കില്ല. അവിടെയാണ് നുണേൻ്റെ വാക്ക് എന്നുള്ള, എനിക്കറിയില്ല പുസ്തകത്തിൽ എന്താ ഉള്ളതെന്നുള്ളത്, ഞാൻ തുറന്നു നോക്കിയിട്ടില്ല, എനിക്ക് തന്നിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അതുപോലെ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ അതും ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. ആളുകൾക്ക് മിണ്ടാൻ പോലും, മിണ്ടുക എന്നുള്ളത് ഒരു അലങ്കാരമായിട്ടാണ് ഇപ്പം നിലനിൽക്കുന്നത്. ഈ ഫാസിസ്റ്റ് ലോകത്തിൽ മനുഷ്യരെ മിണ്ടുക, പ്രത്യേകിച്ച് സ്ത്രീകൾ മിണ്ടുക എന്നുള്ളത് വളരെ ഇപ്പോഴും 2025 മിണ്ടാൻ പറ്റാത്ത സ്ത്രീകൾ എന്നോട് വന്ന് മിണ്ടുന്ന അങ്ങനത്തെ ഒരു വക്കീൽ കൂടിയാണ് ഞാൻ. അതുകൊണ്ട് മരങ്ങളും മിണ്ടാൻ തുടങ്ങിയാൽ എന്തായിരിക്കും എന്നുള്ളതാണ് എനിക്ക്, അതിലെ രാഷ്ട്രീയം ഞാൻ അതാണ് അന്വേഷിക്കുന്നത്. അപ്പോഴാണ് അച്ഛൻ വന്നിട്ട് ഇവിടെ സംസാരിക്കുന്നത്, സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഭർത്താവിനെ നോക്കാതിരിക്കലാണ് എന്നൊരു വാക്ക് പറഞ്ഞു. അപ്പോൾ ഞാനൊരു സ്ത്രീപക്ഷ രാഷ്ട്രീയക്കാരി ആയതുകൊണ്ട് ഫെമിനിസ്റ്റാണ്. അപ്പോൾ ഞാനിത് കേട്ടിട്ട് ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഇനി അതൊക്കെ ചാക്കോടി അന്തിക്കാട് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്നോട് ചോദ്യം വരും, അഡ്വക്കേറ്റ് കുക്കു ദേവകിയുള്ള വേദിയിൽ എന്താണ് ഇങ്ങനെ പറഞ്ഞു പോയത് എന്നുള്ളത്. അപ്പോൾ സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഭർത്താവിനെ നോക്കാതിരിക്കലോ അച്ഛനും അമ്മേനെ നോക്കാതിരിക്കലോ കുട്ടികളെ നോക്കാതിരിക്കലോ അല്ല. ഇപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്തിരുന്ന കുട്ടി പ്രമോദ് മാഷിനോട് വളരെ വിനയ പുരസ്സരം പറയാണ്, അത്ര വിനയൊന്നും കാണിക്കണ്ട, എൻ്റെ മകൻ കരയുന്നുണ്ട്, മകന് പാല് കൊടുക്കണം, മാഷെ ഒന്ന് ഹോൾഡ് ചെയ്തോളോ മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അതാണ് സ്ത്രീപക്ഷ രാഷ്ട്രീയം. സ്ത്രീപക്ഷ രാഷ്ട്രീയം എന്നുള്ളത് ഹ്യൂമനിസ്റ്റ് രാഷ്ട്രീയമാണ്, ഹ്യൂമനിസമാണത്. മനുഷ്യത്വത്തിനോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ്. അത് പരിപാലിക്കുന്ന എത്രയോ സ്ത്രീകൾ എന്നോടൊപ്പം ഉണ്ട്. ഞാനും അങ്ങനെ ജീവിക്കുന്ന ആളാണ്. അതായത് ഞാൻ ഭർത്താവ് എന്ന് പറയാൻ ഇഷ്ടമില്ല. എനിക്ക് ഹൈക്കോടതിയൊക്കെ പറഞ്ഞിട്ട് ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ മതിയെന്ന്. ജീവിത പങ്കാളിയെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അയാൾ അവിടെ ഇട്ടിട്ട് പോവുക എന്നുള്ളതല്ല രാഷ്ട്രീയം. ജീവിത പങ്കാളി ആവേണ്ട, നമ്മുടെ കൂടെയുള്ള ഏതൊരാളും പ്രശ്നമുള്ള ആളെ അവിടെ ഇട്ട് പോകുന്നതല്ല സ്ത്രീപക്ഷ രാഷ്ട്രീയം. അങ്ങനെ അച്ഛൻ്റെ വാക്കുകളിൽ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ട ഒരാളാണ് ഞാൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അതിലുള്ള സ്ത്രീപക്ഷ രാഷ്ട്രീയം ഞാൻ വായിച്ചു നോക്കട്ടെ റീബെ, എന്നിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് ഇതിൽ പോസ്റ്റ് ഇടാം. അതുപോലെ തന്നെ ഈ മരങ്ങളും മിണ്ടുന്ന, മനുഷ്യരും മിണ്ടുന്ന, മനുഷ്യർക്ക് എല്ലാവർക്കും മിണ്ടാൻ പറ്റുന്ന ഒരു ലോകമാകട്ടെ ഇതെന്നും, അത് റീബയുടെ പുസ്തകം കൊണ്ട് മരങ്ങൾ മാത്രമല്ല മനുഷ്യരും മിണ്ടാൻ തുടങ്ങട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹം. ഞാൻ ഇത്രയും പറഞ്ഞത് അച്ഛനോട് ഉണ്ടെങ്കിൽ അച്ഛന് ദേഷ്യം വരാനല്ല, സ്നേഹത്തോടു കൂടിയാണ് അച്ഛൻ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സ്നേഹം. നമസ്കാരം. എല്ലാ പുസ്തകങ്ങൾക്കും രാഷ്ട്രീയമുണ്ട്, എല്ലാവരുടെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയമുണ്ട്. നമ്മൾ നല്ല ചർച്ചകൾ ആ മേഖലയിൽ ഉണ്ടാവേണ്ടതാണ്. ചില പുസ്തക പ്രകാശനങ്ങൾക്ക് ചർച്ചയ്ക്ക് വേദിയാണ് വളരെ നല്ലതാണ്. പുസ്തകം നന്നായിട്ട് വിറ്റഴിയും. നുണയൻ്റെ വാക്കും വിറ്റഴിയിട്ട് റിവയുടെ പുസ്തകവും വിറ്റഴിയിട്ട് വളരെ സന്തോഷം. നമ്മുടെ ഈ സെഷൻ പൂർത്തിയാവുകയാണ്. പക്ഷെ അത് നമുക്ക് ആലോചിച്ച് എങ്ങനെ വെച്ചാൽ കവിയരങ്ങൻ്റെ ഉദ്ഘാടനം, അത് കഴിഞ്ഞ് നന്ദിയും പറയുന്നു. അപ്പോൾ ഒരാൾ കൂടി ഉണ്ട്, ഇത് എൻ്റെ തന്നതിൽ മിസ് മനോജ് സാറിന്. മനോജ് സാറാണ് ഞങ്ങളുടെ ഇടവക വികാരിയാണ്. ഇത് ബ്ലസ് ചെയ്തത് അദ്ദേഹമാണ്. സ്നേഹം നിറഞ്ഞവരെ, ഇവിടെയുള്ള ഡോക്ടർമാർ, ഉക്കാസ തുടങ്ങി വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ ഞാൻ ഈ വെള്ളമുടുപ്പിട്ട് വന്നിരുന്നത് ഞാൻ ഇവിടുത്തെ 2 പള്ളികളിൽ അച്ഛനായതുകൊണ്ട് മാത്രമാണ്. ഇവിടെ മറ്റുള്ളവരൊക്കെ വന്നതുകൊണ്ട് റീബ ടീച്ചർക്കും
റോജറച്ചന് വലിയ അഭിമാനമാണെങ്കിൽ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് അഭിമാനമായെന്ന് വിശ്വസിച്ച് ഞാൻ അവിടെ നിൽക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള പുസ്തക പ്രകാശനത്തിൽ എവിടെയെങ്കിലും കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ സദസ്സിലുമില്ല, വേദിയിൽ ഇരുന്നിട്ടില്ല ജീവിതത്തിൽ ഇതുവരെ. അപ്പോൾ ഇതുകൂടെ നിൽക്കാനുള്ള യോഗ്യതയൊന്നുമില്ല. എനിക്ക് സന്തോഷം തോന്നിയൊരു കാര്യം, നുണയൻ്റെ വാക്കെന്ന് പറഞ്ഞാലും മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാലെന്ന് പറഞ്ഞാലും വാക്കാണ്, മിണ്ടലാണ്, പറയലാണ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഒളിപ്പിച്ച് വെച്ച് അത് വായിക്കുന്നവർ മാത്രം മനസ്സിലാവണമെന്ന് കരുതിയിട്ട് പറയുന്ന പുസ്തകങ്ങളാണ്. കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വാക്ക്, വേറെ ജാതിയും അതൊന്നും ഇവിടെ വിഷയമല്ല. കർത്താവ് ഇങ്ങനെ ഈ അവിടെ വരച്ചതിൽ ഒരു കുരിശ് കാണാറുണ്ട്, അവിടെ കുരിശ് രൂപമൊക്കെ ഉണ്ട്. ഈ തല്ലിക്കെട്ടി തൂക്കുന്നൊരു പരിപാടിയില്ലേ, ഏറ്റവും വികൃതമായി കൊന്ന ഒരു മനുഷ്യനത്, മരിച്ചൊരു മനുഷ്യനാണ്. അവിടെ ഒരു ഊളിയിടലുണ്ടാവും. എങ്ങനെയാണെന്ന് അറിയോ? രക്ഷിക്കണേന്നല്ല, ഈ അടി കിട്ടുമ്പോഴും ആണി തറയ്ക്കുമ്പോഴും കരയാതിരുന്ന മജീഷ്യനൊന്നും ആയിരുന്നില്ലേ കർത്താവ്, ഊളിയിട്ട് കരഞ്ഞു. അത് കേട്ടവനും മുഴുവനും അച്ചോര കണ്ടവനും അതിലേ ഞങ്ങൾ നിൽക്കുള്ളും തീരുമാനിച്ചിട്ട്. രക്തസാക്ഷികൾ അങ്ങനെയല്ലേ? അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ രക്തസാക്ഷികൾ വരുന്നത്, അതിൻ്റെ പിന്നാലെ അണികൾ വരുന്നു. എന്താണ്? ചോര ചിന്തിയിട്ടാണ് മരിച്ചതെങ്കിൽ പിന്നെ മാറ്റിക്കളയാൻ പറ്റില്ല, പിന്നാലെ വരും. അവന് വേണ്ടി 33 വയസ്സിലാണ് കർത്താവ് മരിച്ചതെന്ന് പറഞ്ഞെങ്കിൽ ഒരു യുവാവിനെ ഇങ്ങനെ കെട്ടി തൂക്കി തല്ലി കൊന്നിട്ടുണ്ടെങ്കിൽ അവനെ കണ്ട് പേടിച്ച് ഓടില്ല ചെയ്തേ, ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പിന്നാലെ വരികയും ചെയ്തു. ഈ 2 പുസ്തകത്തിലും അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടാവും. ഷിവേച്ചിയുടെ കാര്യമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുഴുവൻ അറിയില്ല, അച്ഛനൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ അറിയാം. റോജറച്ചൻ അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഉടുപ്പ് ഒരു തടസ്സമല്ല, അതിനപ്പുറത്താണ് സംസാരം. അതുകൊണ്ട് ഒരു പാറപ്പുറത്ത് കയറി നിന്നിട്ട് ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് ബൈബിൾ പറയുന്ന വാചകമുണ്ട്. അത് കേട്ടവൻ അവൻ്റെ ഉള്ളിൽ നിന്നും മറക്കില്ല. എല്ലാ ആശംസകളും നേരുന്നു. ഈ പറയുന്നത് ഞാൻ 2 പുസ്തകവും വായിച്ചിട്ടില്ല, വെറുതെ ഇങ്ങനെ ഓടിച്ചു നോക്കി. എനിക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല. ഈ സി രാധാകൃഷ്ണൻ എന്നാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് കേട്ടത്. ഒരു 4 വരി ഒരു കഥ കേട്ടു ഞാൻ അവിടെ ഒരു ഒരു ലൈബ്രറി ഉദ്ഘാടനത്തിനൊന്നും പറഞ്ഞു, വെറുതെ 4 വരിയുള്ളൂ. പക്ഷെ എത്ര ശക്തമാണെന്നറിയാം. അമ്മ സ്നേഹം എന്ന മറ്റോ തലക്കെട്ട്. അമ്മയെ ചിതയിൽ വെച്ചിട്ട് തിരിച്ചൊരു ജീപ്പിൽ ഐവർ മഠത്തിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഒരു നല്ല കാറ്റ് വന്നു, ഒരു ഉറക്കം. അതിനിടയിൽ ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം എങ്ങനെയാണ്? ശരീരത്തിൽ നിന്ന് തല വേർപ്പെടുന്ന സമയത്ത് ഒരിറ്റ് വെള്ളം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത്രേ. സ്വപ്നമാണ്. അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അമ്മ പറഞ്ഞു അത്ര, കഥ കഴിയാണ്. എന്ത്? കുഞ്ഞെ അടുത്തേക്ക് വരരുത്, ഇവിടെ നല്ല ചൂടാണ്, മോൻ്റെ തല വേർക്കും. അമ്മ എന്താണെന്ന് പറയാൻ പിന്നെ വേറെ വല്ലതും വേണം? 4 വരിക്കപ്പുറത്ത് ഈ എഴുതി വെച്ചതിലൊക്കെ ഒത്തിരി പറയാനുണ്ട്. മനസ്സറിഞ്ഞ് ഈ പുസ്തകം കിട്ടിയിട്ട് ലൈബ്രറിയിൽ വെച്ചാൽ എനിക്ക് ഉപകാരമില്ല, ഞങ്ങൾക്ക് ആർക്കും ഉപകാരമില്ല, എഴുതിയ ആൾക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. പകരം ഇന്ന് ഇത്രയും പേര്, എത്രയോ പ്രശസ്തരായ വ്യക്തികൾ പുസ്തകങ്ങളെക്കുറിച്ച് വായിച്ച് പറഞ്ഞതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൊതി തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് വീട്ടിലിരുന്നൊക്കെ ഇങ്ങനെ ഒന്ന് വായിച്ച് നോക്കാം. പറയാതെ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഈ കർത്താവ് പറഞ്ഞ പോലെയൊക്കെ മുകളിൽ കയറി വന്നിട്ട് ചെവി ഉണ്ടെങ്കിൽ കേൾക്കടാന്ന് പറയണ ചില വിപ്ലവങ്ങളാണ്. അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഈ ചേച്ചിയും അനുജനും തുടങ്ങുന്ന ചില വിപ്ലവങ്ങളൊക്കെ ഉണ്ട്. അപ്പൻ്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് അച്ഛൻ പറയണം, അമ്മയുടെ പുസ്തകം എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ പുസ്തകം തന്നു, ഇവിടെ വെച്ചിട്ടുണ്ട്, പൊതിഞ്ഞു വെച്ചുള്ള പുസ്തകം. അപ്പോൾ ഒരു തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു രീതിയാണ് അത്. എന്താ പറയുക, കെടാതെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഫാദർ മനോജ് കാണിക്കലിന് അഭിനന്ദനങ്ങൾ. നമ്മുടെ ഈ സെഷൻ ഇവിടെ പൂർത്തിയാവുന്നതിൻ്റെ തുടർച്ചയായിട്ട് അടുത്ത സെഷൻ തുടങ്ങും.